ടീം UDF, ടീം VDS യഥാർത്ഥത്തിൽ മന്ത്രിസഭ കേസി തൂക്കി എന്നാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ഒഴിച്ചു നിർത്തുന്ന 11 പേരിൽ 8 പേരും KCയുടെ പ്രിയപ്പെട്ടവരാണ്. KC പക്ഷമെന്നൊന്നില്ല എന്ന് പറയുമ്പോഴും KC പക്ഷത്ത് നിൽക്കുന്നവർ തന്നെയാണ്. 1.5 രമേശ് ചെന്നിത്തല പക്ഷത്ത്, രമേശ് ചെന്നിത്തലയും പിന്നെ അര എന്ന് പറയാനുള്ള കാരണം ടേം വ്യവസ്ഥയായതുകൊണ്ട് തന്നെ IC ബാലകൃഷ്ണൻ 2.5 വർഷം. മറുഭാഗത്ത് VD സതീശനോടൊപ്പം 1.5 അല്ല 2 വേണമെങ്കിൽ പറയാം. റോജി എം ജോണും ഉണ്ട്, ഒപ്പം തന്നെ K മുരളീധരൻ. റോജി എം ജോൺ ഇപ്പുറത്ത് വേണമെങ്കിൽ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ K മുരളീധരനും ഉണ്ട് ആ ഭാഗത്ത്. പിന്നെ K തുളസിയും അവിടെ നിൽക്കുന്നു. പക്ഷേ ഇത് കാണുന്ന സമയത്ത് എനിക്ക് 2 കാര്യങ്ങളിൽ ആശങ്കയുണ്ട്. അതിൽ ഒരു ആശങ്ക എന്ന് പറയുന്നത് സ്ത്രീ പ്രാതിനിധ്യത്തിൻ്റെ കാര്യത്തിലാണ്. കഴിഞ്ഞ തവണ 3 മന്ത്രിമാരുണ്ടായിരുന്നു നമുക്ക്. ഇത്തവണ 21 മന്ത്രിമാരിൽ 2 പേരാണ്, പക്ഷേ ഒരാൾ ടേം വ്യവസ്ഥയിലാണ്. അതായത് ആ ടേം കഴിഞ്ഞാൽ IC ബാലകൃഷ്ണന് വേണ്ടി മാറിക്കൊടുക്കേണ്ടി വരുമായിരിക്കാം, ഒരുപക്ഷേ K തുളസി. അങ്ങനെ ആകരുത് എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന, അതെന്ത് സാഹചര്യത്തിന് പുറത്താണെങ്കിലും. കാരണം കേരളം 2-ലധികം മന്ത്രിമാരെ, വനിതാ മന്ത്രിമാരെ കേരളം ആഗ്രഹിക്കുന്നുണ്ട്, കേരളം താല്പര്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഇനി വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ത്രീ പ്രാതിനിധ്യം എന്ന് പറയുന്നത് 1/3 വേണം, 33% വേണമെന്ന് പാർലമെൻറ്റ് പാസ്സാക്കിയിരിക്കുന്ന ഒരു നാട്ടിലാണ് ഏകദേശം 1/2 ഡസനോളം MLA-മാരുണ്ടായിരുന്നില്ലേ UDF-ന്. പക്ഷേ അവിടെ നിന്നും കഷ്ടിച്ച് ഒരാളെ പൂർണ്ണ മന്ത്രിയായും ഒരാളെ അരമന്ത്രിയായിട്ടും കണക്കാക്കി എന്നുള്ളിടത്ത് എനിക്ക് ശക്തമായ വിമർശനമുണ്ട്. കാര്യം കൂടുതൽ സ്ത്രീ പ്രാതിനിധ്യം വേണമായിരുന്നു. അത് ഏതെങ്കിലും തരത്തിൽ UDF-ൻ്റെ മാത്രം ഒരു പരിമിതിയായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. ഇപ്പോൾ ഷാനിമോൾ ഉസ്മാൻ്റെ കാര്യം നോക്കൂ. ഷാനിമോൾ ഉസ്മാൻ തീർച്ചയായും ഈ മന്ത്രിസഭയിലേക്ക് വരാൻ യോഗ്യയായ വനിത തന്നെയാണ്, ഒരു സംശയവുമില്ല അക്കാര്യത്തിൽ. എന്താണ് ഷാനിമോൾ ഉസ്മാൻ അയോഗ്യയായി തീർന്നിട്ടുണ്ടാവുക? അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോഴാണ് നമ്മൾ ചരിത്രത്തിലേക്ക് പോകേണ്ടി വരുന്നത്. നാളിന്ന് വരെ ഒരു മുസ്ലിം വനിത കേരളത്തിൽ മന്ത്രിയായിട്ടില്ല മാധു. നമ്മൾ ആലോചിച്ച് നോക്കൂ, 1ാമത്തെ മന്ത്രിസഭയിൽ ഐഷ ബായി ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു. 2ാമത്തെ മന്ത്രിസഭയിൽ, അതായത് UDF-ൻ്റെ, അന്ന് UDF ഇല്ല, അന്ന് കോൺഗ്രസിൻ്റെ സർക്കാർ വരുന്ന സമയത്ത് അന്ന് നസീഫത്ത് ബീവി ആരെ പരാജയപ്പെടുത്തിയ, സാക്ഷാൽ TV തോമസിനെ പരാജയപ്പെടുത്തിയ നഫീസത്ത് ബീവി ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു, മന്ത്രിയായിട്ടില്ല. പിന്നീട് വരുന്ന അടുത്ത കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് കാനത്തിൽ ജമീലയാണ്, നമ്മുടെ LDF-ൻ്റെ കാൻഡിഡേറ്റ്. അതും മികച്ച രീതിയിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രകടനം കാഴ്ചവെച്ച് വന്ന കാനത്തിൽ ജമീല കൊയിലാണ്ടിയിൽ നിന്ന് ജയിച്ചിട്ട് വരുന്നു. കാനത്തിൽ ജമീല മന്ത്രിയാവുന്നൊക്കെ നമ്മൾ കരുതിയത്, മന്ത്രിയായില്ല. ഇപ്പോൾ ഷാനിമോൾ ഉസ്മാൻ മികച്ച ട്രാക്ക് റെക്കോർഡ്, പൊളിറ്റിക്കൽ ട്രാക്ക് റെക്കോർഡോടുകൂടിയാണ് ഷാനിമോൾ ഉസ്മാൻ നിയമസഭയിലേക്ക് വരുന്നത്. ഡെപ്യൂട്ടി സ്പീക്കർ പദവിയാണ്, ശരി, ക്യാബിനറ്റ് പദവിയുണ്ട്, പക്ഷേ അത് മതിയായിരുന്നോ എന്ന ചോദ്യം വളരെ പ്രസക്തമല്ലേ? എന്തുകൊണ്ട് എന്നുള്ളത് ഞാൻ പ്രേക്ഷകർക്ക് വിട്ടു നൽകുന്നു.